ശ്രീ ജയചന്ദ്രൻ, ഈ സംസാരിച്ച ഒരു വിഷയത്തിലേക്ക് ഇന്നലെയോ മിനിഞ്ഞാന്നോ ആണ് മലയാള മനോരമ തന്നെ സംബന്ധിച്ചത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ, ഞാൻ ആവർത്തിക്കുന്നില്ല, 5000-ൽ പരം കോടി രൂപയുടെ വർധനവ് സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷവുമായി ഇതേ മാസങ്ങളിലെ അന്നത്തെ വരുമാനവുമായി താരതമ്യം ചെയ്ത്. മനോരമ എഴുതിയത് മറ്റൊന്നുകൂടിയാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് മെയ് 18-ന് വന്ന തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്ന സർക്കാരിനല്ല കേട്ടോ എന്ന് മലയാള മനോരമ എഴുതുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഉത്തരം വ്യക്തം. അതുപോലെ പൊതുകടത്തെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ പറഞ്ഞതും ധവളപത്രം അവതരിപ്പിച്ച കണക്കും മറ്റൊന്നുകൂടി ഞാൻ പറയും. ഇപ്പോൾ അടിയന്തരമായി സർക്കാർ, അതായത് പിരിഞ്ഞു പോകുന്ന സർക്കാരിന് വേണ്ടി വരാൻ പോകുന്ന സർക്കാർ കൊടുക്കേണ്ടതായ കുടിശ്ശിക, അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ട കുടിശ്ശിക എന്ന് ശ്രീ ജയചന്ദ്രൻ ഓർമ്മയുണ്ടാവും. 1,00,000 കോടി എന്നാണ് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സംസാരിച്ചപ്പോഴാകെ പറഞ്ഞത്. അദ്ദേഹം തന്നെ വെച്ച ധവളപത്രം പറയുന്നത് അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ടത് 20,000 കോടി, ആകെ കുടിശ്ശിക എന്ന് പറയുന്നത് 48,000 കോടി. 1,00,000 കോടി എവിടെ നിൽക്കുന്നു? ഈ കണക്കുകൾ എവിടെ നിൽക്കുന്നു? 6,00,000 കോടി എവിടെ നിൽക്കുന്നു? ധവളപത്രം പറഞ്ഞ കണക്ക് എവിടെ നിൽക്കുന്നു? ധവളപത്രം തന്നെ പറഞ്ഞ കണക്ക് എത്ര അവിടെ നിൽക്കുന്നു എന്ന പ്രശ്നം. ഇപ്പോൾ തന്നെ വരുമാന വർധനവിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ നിലയിൽ സർക്കാർ, കഴിഞ്ഞ സർക്കാരിനെ പഴിചാരാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ, അത് ജനങ്ങൾ മുഖവിലേക്ക് എടുക്കാത്തൊരവസ്ഥ ഈ സർക്കാർ അഭിമുഖീകരിക്കുന്നുണ്ടോ? ഇത് പിന്നെ ഇപ്പൊ ആദ്യ ഭാഗം അരുണും റജിയും പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അവര് പറഞ്ഞതിന്റെ ഒരു പൂർണ്ണമായ തുടർച്ചയിലേക്ക് ഞാൻ വരുന്നില്ല. ചുരുക്കി പറയാം, ഈ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്ന് പ്രവർത്തനക്ഷമമായിരുന്ന ഖജനാവാണ് കേരളത്തിൻ്റെത് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ട നാളുകളാണ് കഴിഞ്ഞു പോയത്. അവിടെയാണ് എന്റെ ആർഗ്യുമെന്റും അവിടെ തന്നെയാണ്. അതിൽ റജിക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് എനിക്കറിയേണ്ട. ഞാൻ ആകാംക്ഷയോടെ പിന്നെ ചോദിക്കാനിരിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്. പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് അല്ലായിരുന്നു കൈമാറി കിട്ടിയത്. വളരെ പ്രവർത്തനക്ഷമമായ റവന്യൂ വരുമാനവും റവന്യൂ ഇതര വരുമാനവും നന്നായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ 5 വർഷം മികച്ച ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തിയ ഒരു ഖജനാവ് തന്നെയാണ് പുതിയ ഗവൺമെന്റിലേക്ക് പകർന്നു കിട്ടിയത് എന്ന് ഇതിലും ഭംഗിയായിട്ട് തെളിയിക്കണോ റജി? ആരെങ്കിലും തെളിയിക്കണം. തെളിയിക്കാൻ നിങ്ങൾക്കൊരിക്കലും മറിച്ച് തെളിയിക്കാൻ കഴിയില്ല. ബജറ്റിൽ എന്ത് ട്രപ്പീസ് നിങ്ങൾ നടത്തിയാലും ശരി, ഈ വർഷം, ഈ നടപ്പ് ധനകാര്യ വർഷത്തിന്റെ 3-ാം പാദത്തിന്റെ അവസാനം വരെ എന്ന് പറഞ്ഞാൽ ഡിസംബർ വരെ കേരളത്തിന്റെ ധനകാര്യ നില നല്ല മാനേജ്മെന്റിലാണ് കഴിഞ്ഞ ഗവൺമെന്റ് കൈമാറിയത്. അതിന്റെ നേട്ടം കിട്ടുന്നത് ഈ ഗവൺമെന്റിനാണ്. ഈ ഫിസ്ക്കൽ ഇയറിന്റെ 3rd ടേം വരെ അത് കിട്ടുകയും ചെയ്യും. അതിന് പിന്നെ ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടെ വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു നിലയ്ക്കും നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ കണക്കുകൾ വെച്ച് നിഷേധിക്കൂ, മറുപടി കൃത്യമായി തരാം, ഒരു സംശയവുമില്ലാതെ തരാം. പിന്നെ ഇവിടെ ഇപ്പൊ പറഞ്ഞ പിന്നെ റജി ന്യായീകരിച്ച ഈ പ്രശ്നമുണ്ടല്ലോ, സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന പ്രശ്നം. ആ പ്രശ്നത്തിൽ പിന്നെ ഇത് ജനങ്ങളുടെ ഒരു തരത്തിലും ജനപ്രിയമാകാത്തൊരു പരിപാടിയാണെന്നുള്ളതിന്റെ ഏതാനും കണക്കുകൾ ഞാൻ റജി ഇപ്പൊ അങ്ങോട്ട് പറയുകയാണ്. താങ്കൾ അതിന് മറുപടി പറയുമെങ്കിൽ പറയൂ. ഇവിടെ ആകെയുള്ള കണക്കാണ് ഗതാഗത മന്ത്രിയുടെ മുമ്പിലുള്ള KSRTC നൽകിയ കണക്കാണ് ഞാൻ ഇനി വായിക്കുന്നത്. കേരളത്തിൽ ആകെ KSRTC ബസ്സുകളുടെ എണ്ണം 4609. അതിൽ ഓടുന്നവ 4400. അതിൽ പ്രതിദിനം 21 ലക്ഷം യാത്രക്കാർ. അതേസമയം സ്വകാര്യ മേഖല എടുത്താൽ കേരളത്തിൽ 11,936 സ്വകാര്യ ഓർഡിനറി ബസ്സുകളുണ്ട്. അതായത് സ്വകാര്യ ബസ്സുകളുടെ പ്രതിദിന യാത്രക്കാർ 57 ലക്ഷമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാർ ആകെ, മറ്റേത് 21 ലക്ഷമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോ അങ്ങനെ കൂട്ടുമ്പോൾ ആകെ 78 ലക്ഷം പ്രതിദിന യാത്രക്കാർ. KSRTCയിൽ 21 ലക്ഷത്തിൽ 10 ലക്ഷം യാത്രക്കാരാണ് വനിതകൾ. കേട്ടോ, 10 ലക്ഷം യാത്രക്കാർ വനിതകളാണ് ഈ പറഞ്ഞ 21 ലക്ഷത്തിൽ. അങ്ങനെയെങ്കിൽ ആകെ 76 ലക്ഷം യാത്രക്കാരിൽ 39 ലക്ഷം യാത്രക്കാർ വനിതകൾ. അതിൽ KSRTCയിലെ 10 ലക്ഷത്തിന് സൗജന്യം, ബാക്കി 29 ലക്ഷം സ്ത്രീ യാത്രക്കാർ പുറത്ത്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ സൗജന്യ യാത്ര സ്ത്രീ യാത്രക്കാരിലെ 26% മാത്രമാണ് കേരളത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ പ്രിയദർശിനി പദ്ധതി ജനകീയമാണെന്ന് പറയാൻ കഴിയില്ല. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ അപ്പുറത്തേക്ക് പറയാനുള്ളത്?
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി കണക്കുകൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് ശരി. വരുന്നില്ല. റൈറ്റ് പിന്നെ റൈറ്റ്.